റഷ്യയിൽ ഈ മാസം 9-ന് നടക്കുന്ന വിജയദിന പരിപാടിയിൽ പല ലോക നേതാക്കളെയും റഷ്യ ക്ഷണിച്ചിട്ടുണ്ട്. മോദി ഉൾപ്പെടെയുള്ളവരെ ക്ഷണിച്ചു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ മോദി ആ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല. രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുമെന്ന് പറയുന്നു. അവസാന ഘട്ടത്തിൽ ചിലപ്പോൾ അതിൽ തന്നെ ഒരു വ്യക്തതയില്ല. എന്തായാലും ആ പരിപാടിയെ ആക്രമിക്കുമെന്നാണ് യുക്രൈൻ്റെ ചില ഭാഗങ്ങളിൽ നിന്നും വരുന്ന വിവരം. അത് എന്തായാലും യുക്രൈനെ സംബന്ധിച്ച് ഒരു ശരിയായ തീരുമാനമാണോ? ലോകത്തെ പല നേതാക്കളും വരുമ്പോൾ അങ്ങനെ ഒരു വേദി ആക്രമിക്കും, അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലെന്ന് ഞങ്ങൾ ഉറപ്പ് പറയുന്നില്ല എന്നെല്ലാമുള്ള ഒരു തരികിട പരിപാടിയാണോ യുക്രൈൻ കാണിക്കുന്നത്? അതെ, തീർച്ചയായിട്ടും ഉക്രൈൻ എല്ലാ അർത്ഥത്തിലും വലിയ സമ്മർദ്ദവും പ്രതിസന്ധിയും ഒക്കെ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ അല്ലെങ്കിൽ ആനവാരി രാമൻ നായരുടെ വെല്ലുവിളി പോലെ ആയിപ്പോയി ഇത്. കാരണം ഒന്ന് എഴുന്നേറ്റ് നിന്ന് നേരെ ചൊവ്വേ ഒരു പോർവിളി നടത്താനുള്ള ആരോഗ്യം പോലും വാസ്തവത്തിൽ ഉക്രൈനും സെലൻസ്കിക്കും, അവിടുത്തെ ഭരണാധികാരി സെലൻസ്കിക്കും ഇല്ല. സെലൻസ്കി ഹാസ്യ നടനാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ താൻ നാടകത്തിലും സിനിമയിലുമൊക്കെ നടത്തുന്ന കോമാളി പരിപാടികൾ പോലെ ആയിപ്പോയി ഈ സെലൻസ്കിയുടെ ഈ പറച്ചിൽ എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. എന്തായാലും ഒരു കാര്യം സത്യമാണ്, ആ വിക്ടറി ഡേ മെയ് 9-ന് നടക്കുന്ന റഷ്യ, പഴയ സോവിയറ്റ് റഷ്യ ജർമ്മനിയുടെ നാസി ജർമ്മനിക്കെതിരെ നേടിയ വിജയം, ആ യുദ്ധവിജയം ആഘോഷിക്കുന്നതാണ്. അതിൻ്റെ 80-ാം വാർഷികമാണ് ഇപ്പോൾ ആഘോഷിക്കുന്നത്. ആ വാർഷികം എന്തായാലും ഈ പറഞ്ഞതുപോലെ വിക്ടറി ഡേ ആയിട്ട് അവർ ആഘോഷിക്കുമ്പോൾ ലോക നേതാക്കളെ എല്ലാവരെയും അവർ ക്ഷണിച്ചു. ചൈനയിൽ നിന്ന് ഷീ ജിൻപിങ് ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് നരേന്ദ്രമോദിയെ ക്ഷണിച്ചിരുന്നു. നമ്മുടെ പ്രധാനമന്ത്രി ആയിരുന്നു അവിടുത്തെ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കേണ്ടിയിരുന്നത്. പക്ഷേ ഇപ്പോഴുണ്ടായ ഈ കാശ്മീരിലുണ്ടായ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി ആ യാത്ര വെട്ടിച്ചുരുക്കി, അത് ഒഴിവായി. പകരം നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനോട് പങ്കെടുക്കാൻ നിർദ്ദേശിച്ചു. അദ്ദേഹം അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തി. പക്ഷേ ഇപ്പോൾ നമ്മുടെ സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന അനുസരിച്ച് രാജ്നാഥ് സിംഗും അതിൽ ഒരു പക്ഷേ പങ്കെടുത്തില്ലെന്ന് വരാം. കാരണം അത് ഇന്നിപ്പോൾ നമ്മുടെ രാജ്യവും അയൽ രാജ്യവുമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ടെൻഷൻ, അവിടെ ഒരു സംഘർഷത്തിനുള്ള സാഹചര്യം, സംഘർഷ സമാനമായ ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്നത് പോലെ നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയും നമ്മുടെ പ്രതിരോധ മന്ത്രിയും നമ്മുടെ ആഭ്യന്തരമന്ത്രിയും അടക്കമുള്ളവർ രാജ്യത്ത് തന്നെ തുടരും. അവർ ഈ കാലയളവിൽ ഒരു വിദേശ രാജ്യത്തെയും ഒരു പരിപാടിയിലും പങ്കെടുക്കാനായിട്ട് പോകില്ല എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്, പൊതുവെ അങ്ങനെ കരുതുന്നു. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം എന്താണെന്ന് അറിയാമല്ലോ എല്ലാവർക്കും. അതിരിക്കട്ടെ, പക്ഷേ സെലൻസ്കി ഈ അവസരം മുൻനിർത്തി റഷ്യ പറഞ്ഞു, റഷ്യയും സെലൻസ്കിയായിട്ട് യുദ്ധം നടക്കുകയാണെന്നുള്ള, റഷ്യയും ഉക്രൈനുമായിട്ട് യുദ്ധം നടക്കുകയാണെന്നുള്ള കാര്യം നമുക്കറിയാം. വ്ളാദിമിർ പുടിനെ പ്രകോപിപ്പിച്ച് സെലൻസ്കി വേണ്ടാത്തതൊക്കെ പറഞ്ഞ് വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. പക്ഷേ ഇപ്പുറത്ത് അമേരിക്കയുടെ മറ്റൊരു കാര്യമുണ്ട്. അമേരിക്ക അടക്കമുള്ള പല രാജ്യങ്ങളും, ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങളും ഈ യുദ്ധം ഒഴിവാക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തുമ്പോഴും ഇതിനെ ഗൗരവമായി കാണാൻ സെലൻസ്കി തയ്യാറല്ല. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ പണ്ട് ഹാസ്യ നടനായിരുന്നു. ഇപ്പോൾ യുക്രൈനിലെ ജനങ്ങളെ വെച്ചാണ് അദ്ദേഹത്തിന്റെ ഹാസ്യ നാടകം മുന്നോട്ട് പോകുന്നത്. നിരപരാധികളായ മനുഷ്യർ മധ്യസ്ഥ വഹിച്ച് ചർച്ച നടത്താൻ പോലും പല രാജ്യങ്ങൾ വരുമ്പോൾ അവരോട് കൃത്യമായി തന്നെ പെരുമാറാതെ ഒരു അനാവശ്യമായ ഒരു നടപടിയിലേക്ക് പോകാതെ ഒരു കുട്ടിക്കളിയാണ്. അനാവശ്യമായ കണ്ടീഷനുകൾ വെക്കുക, അമേരിക്കയോട് തന്നെ വെറുതെ അനാവശ്യമായി ഇടയുക. അമേരിക്കയുടെ സഹായമില്ലാതെ ഈ ഉക്രൈന് തുടരാൻ സാധിക്കില്ല. ഇപ്പോൾ ഒടുവിൽ അവസാനം ഈ ധാതു സമ്പത്തുകൾ പങ്കിടുന്നതിനെ കുറിച്ചുള്ള കരാറിൽ ഒപ്പിടേണ്ടി വന്നു. കഴിഞ്ഞ ദിവസം ആ കരാർ യാഥാർത്ഥ്യമായി. അത് അമേരിക്ക വരച്ച വരയിൽ സെലൻസ്കിക്ക് നിൽക്കേണ്ടി വന്നു എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ ഈ വീരവാദം വെറുതെ മുഴക്കുക, എന്നിട്ട് അവസാനം തല കുനിച്ച് പരാജയം സമ്മതിച്ച് നാണം കെട്ട് പറയുന്നത് അനുസരിക്കുക, ഇതാണ് സെലൻസ്കിയുടെ ഒരു രീതി. കൃത്യമായിട്ടും ഈ പറയുന്നത് പോലെ കോമാളിത്തരം, അതാണ് ഏറ്റവും ഹാസ്യ നടൻ എന്നുള്ളതിനേക്കാൾ ഉപരി കോമാളിത്തരം കാണിക്കുന്നു. സർക്കസിലും മറ്റുമുള്ള കോമാളികൾ പ്രവർത്തിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അവർ കാണികളെ ചിരിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നത് പോലെയാണ് സെലൻസ്കിയുടെ പല പരിപാടികളും പല പ്രവൃത്തികളും.
അത് ലോകരാഷ്ട്രങ്ങൾക്ക് ചിരിക്കാനുള്ള വക നൽകുന്നു എന്നുള്ളതാണ് സത്യം. എന്തായാലും 3 ദിവസത്തെ വെടിനിർത്തൽ വേണം എന്ന് റഷ്യ നിർദ്ദേശിച്ചു. അപ്പോൾ സെലൻസ്കി അതിന് മറുപടി പറയുകയാണ്, 3 ദിവസത്തെ അല്ല 30 ദിവസത്തെ വെടിനിർത്തലാണെങ്കിൽ ഞങ്ങൾ തയ്യാർ. പിന്നെ റഷ്യയുടെ ഉള്ളിൽ നടക്കുന്ന ഒരു ആഘോഷത്തിൽ അവിടെ വരുന്ന ലോക നേതാക്കൾക്ക് സുരക്ഷ ഒരുക്കേണ്ടത് റഷ്യയുടെ കടമയാണ്, ഉത്തരവാദിത്വമാണ്. അവിടെ എന്ത് സംഭവിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ഞങ്ങൾ കയറി അങ്ങ് അടിക്കും എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു വശത്ത് ഷീ ജിൻപിങ്, അതുപോലെ ഇന്ത്യയിൽ നിന്ന് പ്രധാനമന്ത്രി പോയിരുന്നെങ്കിൽ അദ്ദേഹം ആരാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇന്ന് ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ നരേന്ദ്രമോദിക്കുള്ള പ്രാധാന്യവും വിലയും എന്താണെന്ന് എല്ലാവർക്കും അറിയാം. സെലൻസ്കിയോട് ആദ്യം സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും കൈ നീട്ടിയത് നരേന്ദ്രമോദിയാണ്. സെലൻസ്കി മാത്രമല്ല, പുത്തിനോട് മുഖത്ത് നോക്കി യുദ്ധമല്ല പുതിയ കാലത്തിന് ആവശ്യം പറയാൻ ലോക നേതാക്കൾ മറ്റാരും അത് പറഞ്ഞിട്ടില്ല. എന്തിന് അമേരിക്ക പോലും അത് പറഞ്ഞില്ല. പക്ഷെ മോദിക്ക് അത് ധൈര്യസമേതം പറയാൻ സാധിച്ചു എന്നുള്ളതാണ്. എക്കാലത്തെ ലോകത്തിലെ വൻ ശക്തികളിൽ ഒന്നാണ് റഷ്യ. അത് ആ രാജ്യത്തിനോട് മുഖത്ത് നോക്കി, ആ രാജ്യത്തെ ഭരണാധികാരിയോട്, ഭരണത്തലവനോട് മുഖത്ത് നോക്കി യുദ്ധമല്ല ഈ കാലത്തിൻ്റെ ആവശ്യം എന്ന് പറയാനും സമാധാനത്തിൻ്റെ പാതയിലേക്ക് കടന്നു വരൂ എന്ന് ആഹ്വാനം ചെയ്യാനും ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സാധിച്ചുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് ഈ സെലൻസ്കി ഇന്ത്യൻ പ്രധാനമന്ത്രി നീട്ടിയ കൈകൾക്ക് നേരെ വളരെ ഒരു അവഗണനാ മനോഭാവം. ഇന്ത്യക്കാർക്കും കൂടി ഒരു സന്ദേശമാണ്. അതെ, കാരണം സെലൻസ്കിക്ക് സമാനമായ ഒരാളാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ അധികാരത്തിൽ വന്നാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് ഈ വ്യക്തിയിലൂടെ അറിയാം. രണ്ടുപേരും ഒരേ ത്രാസിൽ തൂങ്ങുന്ന 2 നേതാക്കളാണ്. ഒരാൾക്ക് അധികാരമുണ്ട്, അത് ഒരാൾക്ക് അധികാരമില്ല. അതുകൊണ്ട് നാട്ടിന് പുറത്തുപോയി അമേരിക്കയിലും UK രാജ്യവിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്ന ഒരു നേതാവാണ്. അതുകൊണ്ട് ഇന്ത്യക്കാർക്ക് മുന്നിൽ ഒരു മാതൃകയാണ് സെലൻസ്കി. അതെ, സത്യത്തിൽ സെലൻസ്കിയെ പോലെ കോമാളിത്തരങ്ങൾ കാണിച്ച് കാലം കഴിക്കുകയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവാണ്, അപ്പോഴും കോമാളിത്തന്നെ തുടരുന്നു. ഏതെങ്കിലും കാരണവശാൽ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയാൽ എന്തായിരിക്കും സംഭവിക്കുക? ഈ നാട് കുട്ടിച്ചോറാകും എന്ന് തീർച്ചയാണ്, അല്ലെങ്കിൽ അവർ കുട്ടിച്ചോറാക്കും. അത് നമ്മളെ സംബന്ധിച്ച് മറ്റൊരു സെലൻസ്കി, ഇന്ത്യയിലെ സെലൻസ്കിയാണ് രാഹുൽ ഗാന്ധി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. എന്തായാലും ഈ റഷ്യയുടെ മുന്നിൽ ഇത്തരത്തിലൊരു വെല്ലുവിളി സെലൻസ്കി കുറച്ച് നാൾ തന്നെ സിനിമ ഹാസ്യ സീരിയസ് ആണ്, ഹാസ്യ നടനായി മുന്നോട്ട് പോകുന്നു. കുറച്ചു നാൾക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നു. ഉടൻ തന്നെ അവർക്ക് അദ്ദേഹത്തിന് അവിടുത്തെ പ്രധാന ചുമതല ലഭിക്കുകയാണ്. ഭരണാധികാരിയായിട്ട് അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞു. പക്ഷെ രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ ജനങ്ങൾ, ബുദ്ധിയുള്ള ജനങ്ങൾ ഭാവി പ്രധാനമന്ത്രിയായി തന്നെ വർഷങ്ങളായി മുന്നോട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞ ഏതാണ്ട് ഒരു 15 വർഷമായിട്ട് 2009 തുടങ്ങി. 2009 അദ്ദേഹം പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുണ്ടായിരുന്നു, കയറി വരുമായിരുന്നു. പക്ഷേ അന്ന് തുടങ്ങി അദ്ദേഹം ഭാവി പ്രധാനമന്ത്രിയായിട്ട് തുടരുകയാണ്. അത് 2014, 2019, 2024 വലിയ സാംസ്കാരികപരമായി, നവോത്ഥാനപരമായി, സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമായി അവകാശപ്പെടുന്നതാണ് യുക്രൈൻ. പക്ഷേ യുക്രൈനിലെ ജനങ്ങളെക്കാൾ ബുദ്ധി ഇന്ത്യയിലെ സാധാരണക്കാർക്കുണ്ട്. അതെ, നമ്മുടെ നിരക്ഷര കുക്ഷികളെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്ന ഇന്ത്യയിലെ സാധാരണക്കാരായ വോട്ടർമാർക്ക് ഈ യുക്രൈനിലെ വലിയ എന്താ പറയുക, സാംസ്കാരികമായും മറ്റ് തരത്തിൽ സമ്പത്തിൻ്റെ കാര്യത്തിലായാലും, അറിവിൻ്റെ കാര്യത്തിലായാലും, നാഗരികതയുടെ കാര്യത്തിലായാലും ഒക്കെ വളരെ മുന്നിലാണ് എന്ന് വാഴ്ത്തിപ്പാടുന്ന ഈ ഉക്രൈൻ ജനതയേക്കാൾ എന്തായാലും വിവരവും ബുദ്ധിയും ഉണ്ട് എന്നുള്ള കാര്യം തീർച്ചയാണ്. എന്തായാലും ഈ റഷ്യക്ക് നേരെ ഉയർത്തിയിരിക്കുന്ന ഈ വെല്ലുവിളി നല്ലതല്ല. അത് സെലൻസ്കിക്കും ഉക്രൈനും വലിയ ദോഷം ചെയ്യും. പ്രത്യേകിച്ചും ലോക നേതാക്കൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. അതിന് നേരെ ഈ അനാവശ്യമായ വെല്ലുവിളികൾ മുഴക്കുന്നത് തീർച്ചയായിട്ടും സർവനാശത്തിലേക്ക് കലാശിക്കും.